Today we are discussing about the topic statistical technique for interpreting and reporting quantitative data. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് അതിന്റെ മീനിങ്, ഇമ്പോർട്ടന്റ്, ടൈപ്പ്, സ്കോപ്പ്, മെത്തേഡ്സ് നോക്കാം. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി, അതായത് ഒരു സ്റ്റഡി ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ്സ് ഹെൽപ്പ് ഇൻ ദ സയന്റിഫിക് കളക്ഷൻ, presentation, interpretation and analysis of the numerical value. അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂവിന്റെ കളക്ഷന് വേണ്ടിയിട്ട്, ഈ പ്രസന്റേഷന് വേണ്ടി, അനാലിസിസിന് വേണ്ടി, ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്, അതായത് ഓൾറെഡി ഇത് ഡിറ്റർമിൻഡ് ആണ്. അതായത് നമുക്കൊരു റോ ഡാറ്റ കിട്ടി, നമുക്ക് അതിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിന് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റ കളക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ബയാസ് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആവില്ല. അപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെത്തേഡ്സുകൾ നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണാനായിട്ട് പറ്റും. ഇനി അൺസർട്ടനിറ്റി വേരിയേഷൻ എന്ന് പറയുന്നത് രണ്ട് ബേസിക് ഐഡിയാസ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അൺസർട്ടനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ അറിവുണ്ടായിരിക്കില്ല. അതായത് നമുക്കൊരു റോ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അതിന് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വലിയ അറിയില്ല, അതിനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അൺസർട്ടനിറ്റിയും വേരിയേഷൻ എന്ന് പറയുന്നതും ഡിഫറെന്റ് ഫീൽഡിൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം എല്ലാം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നത് കളക്ഷൻ ഓഫ് എവിഡൻസ് ആൻഡ് ഫാക്ട്സ്. നമുക്ക് എന്ത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പൊ എവിഡൻസ്, ഫാക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുക. രണ്ടാമത് വരുന്നത് അതിന്റെ ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ, സമ്മറൈസേഷൻ. മൂന്നാമത് നമ്മൾ അതിൽ നിന്നൊരു ജനറൽ കൺക്ലൂഷൻ നമ്മൾ ഇവോൾവ് ചെയ്യുന്നു. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹെൽപ്പുകൾ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പല ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതിന്റെ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടും അതുപോലെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ടെസ്റ്റുകൾ കമ്പാരിസൺ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ക്യാരക്ടർ ഡെവലപ്മെന്റ്, IQ ടെസ്റ്റുകൾ, ഇത് എസ്റ്റിമേറ്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന്റെ ഫിസിക്കൽ, മെന്റൽ ട്രെയ്റ്റുകളെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ട് ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. ഒന്നാമത്തെയാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് ഇൻഫറൻഷ്യൽ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റേനെ സമ്മറൈസ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ രണ്ട് പ്രോസസ്സുകളാണ് ഡിസ്ക്രിപ്റ്റീവില് വരുന്നത്. അതായത് നമ്മൾ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നെല്ലാം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളാണ്. അപ്പൊ അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റേനെ നമ്മൾ ഒരു സമ്മറൈസ് ചെയ്ത് വെക്കുകയാണ്. ഡാറ്റ കളക്ട് ചെയ്തു, അതിന് നമ്മൾ ഓർഗനൈസ് ചെയ്തു, അതായത് ക്ലാസിഫൈ ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് നമ്മൾ സമ്മറൈസ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർട്ടുകള്, ഗ്രാഫ്, ഡയഗ്രാംസ്, പല സമ്മറി മെഷേഴ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളേക്കുള്ള ഡാറ്റയുടെ മീനിങ് കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക, കോറിലേഷൻ കണ്ടുപിടിക്കുക, വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ നോക്കുക, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുക, ഒരു കൺക്ലൂഷൻ ഇവോൾവ് ചെയ്യുന്നതിനാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് അതായത് പോപ്പുലേഷൻ സൈസ് പ്രിഡിക്റ്റ് ചെയ്യുക, പിന്നെ പറഞ്ഞു കൺക്ലൂഷൻ, ഇൻഫറൻസ്, ഒരു സാമ്പിളിന്റെ കൺക്ലൂഷൻ, ഇൻഫറൻസ് എല്ലാം ഇവോൾവ് ചെയ്യുക, ഡിറൈവ് ചെയ്യുക, അതെല്ലാം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വരുന്നത്. ഇനി സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് മാത്സ് എന്നുള്ളൊരു, മാത്സിൽ മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പല സെക്ടേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൈക്കോളജി, ജിയോളജി, സോഷ്യോളജി, ഇതിലും കൂടുതൽ സെക്ടേഴ്സിൽ നമ്മൾ സ്റ്റാറ്റി യൂസ് ചെയ്യുന്നുണ്ട്.
രണ്ടാമത് വരുന്നതാണ് ദ ഗോൾ ഇസ് ടു ഗെയിൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഡാറ്റ ഇറ്റ്സ് ഫോക്കസ് ഓൺ ആപ്ലിക്കേഷൻ. അതായത് ഡാറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മാത്രം, അതായത് ആപ്ലിക്കേഷൻ ലെവലിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മെത്തേഡ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മളൊരു കണക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മളത് ഫുള്ള് പോകാനായിട്ട്. അതിൽ ഫസ്റ്റ് എന്താണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് വേരിയസ് സ്റ്റെപ്സുകളുണ്ട്. രണ്ടാമത് എന്താണ് ഡാറ്റ സമ്മറൈസേഷൻ, അതായത് കിട്ടിയിട്ടുള്ള ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം, സമ്മറൈസ് ചെയ്യുക, അതായത് ക്ലാസിഫൈ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഗ്രാഫ്, ടേബിൾ, ഡയഗ്രാംസ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് വെക്കണം. മൂന്നാമതായിട്ട് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഒരു ജനറൽ കൺക്ലൂഷനിൽ എത്തുക. അപ്പൊ ഡാറ്റ കളക്ഷൻ, സമ്മറൈസേഷൻ, അനാലിസിസ് 3 മെത്തേഡ്സുകളാണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ കളക്ട് ചെയ്യണം, ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് നമ്പർ ആവാം, മെഷേഴ്സ് ആവാം, വേർഡ്സ് ആവാം, ഒബ്സർവേഷൻ ആവാം. ഇതിന്റെ എല്ലാം കളക്ഷനെയാണ് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റിയാണ്, അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ ആണ്. ക്വാളിറ്റേറ്റീവ്, ഫോർ എക്സാമ്പിൾ ഷീ ക്യാൻ റൺ ഫാസ്റ്റ്, ഹി ഈസ് തിൻ, അതെല്ലാം ഒരു ക്വാളിറ്റീനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂമറിക്കൽ ഇൻഫോർമേഷൻസ് ആണ്, അതായത് ഒരു ക്വാണ്ടിറ്റി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒക്ടോപ്പസ് ഇസ് എൻ 8-legged ക്രീച്ചർ, അതായത് 8 കാലുള്ളതാണ്, 8 ലെഗ്ഡ് ആണെന്നും പറഞ്ഞു. അപ്പൊ 8 എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആണ്. അപ്പോൾ അങ്ങനെ ന്യൂമറിക്കൽ ഇൻഫോർമേഷൻസ് വരുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ തന്നെ 2 തരത്തിലാണുള്ളത്, ഡിസ്ക്രീറ്റ് ഡാറ്റയും കണ്ടിന്യൂസ് ഡാറ്റയും. ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നത് അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ആണത്. ഡിസ്ക്രീറ്റ് ഡാറ്റ നമുക്കത് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയുന്നത് അത് ഫിക്സ്ഡ് അല്ല, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു റേഞ്ച് ഓഫ് ഡാറ്റ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതൊരു റേഞ്ചിലാണ് അത് വരുന്നത്, ക്ലാസ് ഇന്റർവെല്ലൊക്കെ വരുന്നത്. അപ്പൊ അത് കണ്ടിന്യൂസ് ഡാറ്റ, അടുത്ത ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ പറഞ്ഞു, നമ്മൾ റോ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, അതായത് ന്യൂമറിക്കൽ ആയിട്ടുള്ള റോ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലാസ് ഇന്റർവെല്ലിന്റെ ഫ്രീക്വൻസീസ് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതായത് ഒരു പ്രൊസീജിയർ കൂടിയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ മെഷേഴ്സിൽ, റോ ഡാറ്റയിൽ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് മെഷേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. രണ്ടാമത് അതിന്റെ റേഞ്ച്, അതായത് ഹയസ്റ്റിൽ നിന്നും ലോവസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുക, റേഞ്ച് കണ്ടുപിടിക്കാം. മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ എത്ര നമ്പർ ഓഫ് ക്ലാസ്സസ് നമുക്ക് വേണം ഡിസൈഡ് ചെയ്യുക, ക്ലാസ് ഇന്റർവെൽ ഡിസൈഡ് ചെയ്യുക. ഇനി അതിനനുസരിച്ചിട്ട് നമ്മൾ ബോട്ടത്തിൽ നിന്നും ടോപ്പിലേക്കാണ് ക്ലാസ് ഇന്റർവെൽ അറേഞ്ച് ചെയ്യുന്നത്. ക്ലാസ് ഇന്റർവെൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ക്ലാസ് ഇന്റർവെല് അതിൽ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ ഡാറ്റ ഇൻക്ലൂഡ് ആയില്ലെങ്കിൽ അത് പിന്നെയുള്ള നമ്മുടെ കാൽക്കുലേഷൻ അത് എഫക്ട് ചെയ്യും. അപ്പൊ അവിടെ ക്ലാസ് ഇന്റർവെല് തിരിക്കാൻ സമയത്ത് നമ്മൾ എക്സ്ട്രീം കെയർ കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ക്ലാസ് ഇന്റർവെല് തിരിച്ചിട്ട് റോ ഡാറ്റ, അതായത് ഇപ്പോൾ ഒരു 0 to 4 ആണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇന്റർവെല്. അപ്പൊ നമ്മളേക്ക് ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ന്യൂമറിക്കൽ ഡാറ്റ വരുന്നത്. അപ്പൊ 3 എന്ന് വരുന്നത് ആദ്യത്തെ ക്ലാസ് ഇന്റർവെല്ലാണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു ടാലി മാർക്ക് ഇടുക. അങ്ങനെ നമ്മൾ എല്ലാം നമ്മുടെ ക്ലാസ് ഇന്റർവെൽ, നമ്മുടെ റോ ഡാറ്റേനും ക്ലാസ് ഇന്റർവെല്ലിൽ ആക്കുന്ന ടാലി മാർക്ക് ഇട്ടിട്ട് അറേഞ്ച് ചെയ്തിട്ട് ടാലി മാർക്ക് നമ്മൾ പിന്നെ അത് ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മെഷേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫ്രെയിം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലാസ് ഇന്റർവെൽ ആണ് പറയുന്നത്. ക്ലാസ് ഇന്റർവെൽ 2 ടൈപ്പാണുള്ളത്, ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെല്, എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെല്. ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോവർ ക്ലാസ്സും ഹയർ ക്ലാസ്സും നമ്മൾ ആ ലിമിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 0 to 4, 5 to 9 2 ക്ലാസ് ഇന്റർവെല്ലുകളാണ്. 0 to 4 എന്ന് പറയുന്നത്, അതായത് 0, 4ഉം ആ ഒരു ക്ലാസ് ഇന്റർവെൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. 5 തൊട്ട് 9 വരെയുള്ളത് അടുത്ത ക്ലാസ് ഇന്റർവെല്ല്. അപ്പൊ അപ്പർ ലിമിറ്റും, അതായത് 0 പറയുന്നത് ലോവർ ലിമിറ്റ്, 4 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ്. അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും രണ്ടും ആ ഒരു ക്ലാസ് ഇന്റർവെല്ലും എന്നാണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അടുത്തതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ.
ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യും, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്യും. അതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 0 to 4, അപ്പൊ അതിൽ ലോവർ ലിമിറ്റ് 0 ഇൻക്ലൂഡഡ് ആണ്, 4 എന്ന് പറയുന്നത് അതായത് അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പൊ അതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേഷൻസിലെല്ലാം നമ്മൾ എക്സ്ക്ലൂസീവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്തിട്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ ലോവർ ലിമിറ്റിന്റെ ഒപ്പം ആഡ് ചെയ്യുകയും അപ്പർ ലിമിറ്റിന്റെ ഒപ്പം ആഡ് ചെയ്യുകയും ലോവർ ലിമിറ്റിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ ക്ലാസ് ഇന്റർവെൽ ഇപ്പോൾ 0 to 4 ആണെങ്കിൽ 4ൽ നിന്നും 0 മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടും. ഈ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത്. ഈ 2 കൊണ്ട് അപ്പർ ലിമിറ്റിനെ കൂട്ടുകയും ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ എല്ലാ ക്ലാസ് ഇന്റർവെല്ലിലും നമ്മളത് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെല്ലിലുള്ള ഡാറ്റ നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും ക്ലാസ് ഇന്റർവെല്ലിനെ കുറിച്ച് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗീവൻ സെറ്റ് ഓഫ് മെഷേഴ്സ് ഉണ്ട്, അതായത് ഗീവൻ സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്, അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് മെഷേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഇതിന് നമ്മൾ പറയുന്നുണ്ട് it defined as a single measures represents all score of the distribution. അതായത് ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഓൾ സ്കോറിനെ റെപ്രസെന്റ് ചെയ്യണത്, അതായത് അതിന്റെ ആവറേജ് കാണിക്കുന്നതിനാണ് ഈ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. സോ ദ വാല്യൂ ഇൻ ദ ഡാറ്റ കോൺസെൻട്രേറ്റ് ദ സെന്റർ ഓർ സംവർ ഇൻ ദ മിഡിൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ സെന്ററിൽ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ സെന്ററിലായിരിക്കും അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് മൂന്ന് ടേമുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നതാണ് മീൻ എന്ന് പറയുന്നത്. മീൻ എന്ന് പറയുന്നത് ആവറേജ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ വാല്യൂ ഇൻ കളക്ഷൻ ഓഫ് നമ്പർ. ആവറേജ് കണ്ടുപിടിക്കുന്നതിനാണ് മീൻ എന്ന് പറയുന്നത്. അപ്പൊ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മീൻ എക്സ് ബാർ എന്നാണ് മീനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈക്വൽ ടു സം ഓഫ് മെഷേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെഷേഴ്സ്. അതായത് നമുക്കൊരു റോ ഡാറ്റ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ 1 to 10 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സം ഓഫ് മെഷർ പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെഷേഴ്സ്, അതായത് 10 നമ്പേഴ്സ് ആണുള്ളത്, 10 എന്നുണ്ടാവും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മീൻ എന്ന് പറയുന്നത്. മീനിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആണ്, പിന്നെ നമുക്ക് സിമ്പിൾ ഒബ്സർവേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഇതേ സമയം ഇതിന് ഡീമെറിറ്റും ഉണ്ട്, അതായത് നമുക്ക് ഡയറക്റ്റ് ഇൻസ്പെക്ഷൻ വഴി നമുക്ക് ചിലപ്പോൾ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിത് ക്ലാസ് ഇന്റർവെൽ ഓപ്പൺ എൻഡ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെൽ ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെൽ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് ഒരു ഡാറ്റ നിന്ന് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇനി രണ്ടാമത്തെ പറയുന്നതാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന്റെ മിഡ് പോയിന്റിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമേജിൽ നോക്കുമ്പോൾ അറിയാം, നമുക്ക് അവിടെ ഒരു കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 1, 1, 1, 7, 8, 12, 40 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് 7 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നതിനാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ ഡാറ്റേനെ നമ്മളൊരു അറേഞ്ച് ചെയ്യണം, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ നേരെ തിരിച്ചു നമ്മൾ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കാം, അതായത് 1 to 9. അപ്പോൾ 9 നമ്പറുകളാണ് നമുക്ക് നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം, മിഡിൽ മോസ്റ്റ് നമ്പർ ആണെന്ന് നമുക്ക് പറയാം. ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് ആ ഒരു മീഡിയം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന് ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2th ടേം ആയിരിക്കും, അല്ലെങ്കിൽ 2th ഒബ്സർവേഷൻ ആയിരിക്കും അത്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അപ്പൊ n+1/2th ഒബ്സർവേഷൻ. ഈ ഈവൺ നമ്പർ ആണ് നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ടെങ്കിൽ nth ടേം by 2
ഒബ്സർവേഷൻ പ്ലസ് n/2 പ്ലസ് 1th ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അതായത് നടുവിലത്തെ രണ്ട് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുക. അത്രാമത്തെ ഒബ്സർവേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അല്ല ആ ഒരു സംഖ്യ ആയിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെറിറ്റ് പറയുന്നത് റിജിഡ്ലി ഡിഫൈൻഡ് ആണ്, യൂസ് ടു ക്വാണ്ടിറ്റീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, കാൽക്കുലേറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിട്ട് വരുന്നതാണ്. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ലാർജ് നമ്പർ മെഷേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീഡിയം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തതാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിങ് ഐറ്റം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഡാറ്റ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ഫ്രീക്വൻസിയിലേക്ക് കൂടുതൽ ആവർത്തിച്ച് വരുന്ന ആ ഒരു സംഖ്യേനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡ് നമ്മൾ യൂണി മോഡ് ഉണ്ട്, ബൈ മോഡ് ഉണ്ട്, മൾട്ടി മോഡ് ഉണ്ട്. അതായത് നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് 2 2 4 4 5 6 7 ആണെന്ന് വിചാരിക്കുക. ഇതിൽ 2 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നതും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ബൈ മോഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയും. അപ്പൊ മോസ്റ്റ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. മോഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് LM പ്ലസ് F2/F1+F2 ഇൻറ്റു C. നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉള്ള അതിന്റെ, അതായത് ക്ലാസ് ഇന്റർവെല്ലിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സംഖ്യകളുടെ നമുക്ക് മോഡ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓരോ ടേമും പറഞ്ഞിട്ടുണ്ട്. LM എന്ന് പറയുന്നത് ലോവർ ക്ലാസ് ബൗണ്ടറി ഓഫ് മോഡൽ ക്ലാസ്, അതായത് മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് വരുന്നത്. F1 എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി പ്രീവിയസ്. അത് നമുക്ക് ക്ലാസ് ഇന്റർവെല്ലിൽ തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മോഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. അടുത്തതാണ് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പറയുന്നത്. മെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്, ഗ്രാഫിൽ ലൊക്കേറ്റ് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഡിമെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫർദർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു ഓൾജിബ്രൈക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് മോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇത്രയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സോ ഡിസ്പേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ ഇൻഡിസസ് ഓഫ് സ്പ്രെഡ് ഓർ സ്കാറ്ററിംഗ് ഓഫ് ഇൻഡിവിജ്വൽ മെഷേഴ്സ്. അതായത് നമ്മുടെ മെഷേഴ്സ് എത്രത്തോളം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വേരിയബിളിന് നമ്മൾ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും നമ്മൾ വേരിയബിളിന്റെ പ്രോഡക്റ്റ്, അപ്പൊ അതിനോട് എത്തുന്നുണ്ടോ നമ്മളുടെ ആൻസർ എന്നുള്ളതിനാണ് ഈ ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സോ ദ ആവറേജ് ടു വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻഡ് ടു സ്പ്രെഡ് ടു അബൌട്ട് ആവറേജ് വാല്യൂ. അതായത് നമ്മളുടെ വാല്യൂവിനോട് എത്ര അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്തുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. മെഷർ ഓഫ് ഡിസ്പേർഷൻ 4 എണ്ണമാണ് ഉള്ളത്. റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേരിയേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ലാർജസ്റ്റും സ്മോളസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ആണ് ഹയർ സ്കോർ മൈനസ് ലോവർ സ്കോർ. ഇപ്പൊ ഫ്രീക്വൻസി ആണെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് ദ അപ്പർ ക്ലാസ് മൈനസ് ലോവർ ലിമിറ്റ് ഓഫ് ദ ലോവർ ക്ലാസ്. ഇതിന്റെ മെറിറ്റ് വെച്ചത് സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഡിറ്റർമൈൻ ചെയ്യാനും പറ്റും. ഡിമെറിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റഫ് മെഷർ മാത്രമാണ്, അപ്പോൾ നമുക്കിത് റെപ്രസെന്റേറ്റീവ് മെഷർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഓൾജിബ്രൈക്ക്, ഫ്യൂച്ചർ ഓൾജിബ്രൈക്ക് ട്രീറ്റ്മെന്റ് നമുക്കിത് എളുപ്പമല്ല. ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് അരിത്തമാറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഡീവിയേഷൻ ഓഫ് ദി ഒബ്സർവേഷൻസ് ഫ്രം ദെയർ അരിത്തമാറ്റിക് മീൻ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ അരിത്തമാറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ. അതാണ് അരിത്തമാറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് സബ്സ്ട്രാക്ട്, അതായത് മൈനസ് മീൻ ഓൾ സ്ക്വയേഴ്സ് ഓഫ് അരിത്തമാറ്റിക് മീൻ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SD ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇതും എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. മോസ്റ്റ് റിലയബിൾ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ആൻഡ് യൂസ്ഫുൾ ഫോർ ഫർദർ കാൽക്കുലേഷൻസ്. ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ എക്സ്ട്രീം വാല്യൂസിന് ഇത് എഫക്ട് ചെയ്യും, അതായത് എല്ലാ വാല്യൂസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഹാഫ് ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ക്വാർട്ടൈൽ ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ. തേർഡ് ക്വാർട്ടൈലും ഫസ്റ്റ് ക്വാർട്ടൈലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹാഫ് ഡിഫറൻസ്. ഇപ്പോൾ Q ഈക്വൽ ടു Q2 മൈനസ് Q1/2 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അതിൽ Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈലും Q2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈലാണ് വരുന്നത്. ഇനി മെറിറ്റ് ആണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂവിനെ ഡിപ്പെൻഡന്റ് അല്ല, പിന്നെ ഓപ്പൺ ക്ലാസ്സസിൽ പറ്റും. പിന്നെ ഇത് മോർ റെപ്രസെന്റേറ്റീവ് ദെൻ റേഞ്ച്, റേഞ്ചിനെക്കാട്ടും മോർ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നതാണ്. ഇതിന്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇത് മിഡിൽ പാർട്ടിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ വെച്ച് നോക്കുമ്പോൾ ലെസ് റീലിയബിൾ ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് വൺ ആണ് മീൻ ഡേവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആവറേജ് ഓഫ് ഡേവിയേഷൻ ഓഫ് ദ സ്കോർ ടേക്കൻ ഫ്രം മീൻ. അതായത് മീനിന്റെ ആവറേജ് ആണ് മീൻ ഡേവിയേഷൻ എന്ന് പറയുന്നത്. മീനിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ. അപ്പൊ ആവറേജ് ഡേവിയേഷൻ നമുക്ക് മീൻ ഡേവിയേഷനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ പറയുന്നത് മീൻ ഡേവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ മോഡ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആവറേജ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു മീൻ ഡേവിയേഷനെ, അതായത് ഇറ്റ് ഈസ് എൻ ആവറേജ് ഓഫ് ഡേവിയേഷൻ ഓഫ് ദ സ്കോർ ടേക്കൻ ഫ്രം മീൻ. ഇതിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ, പിന്നെ വെരി സിമ്പിൾ ടു മെഷർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഡിമെറിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ബിക്കം ഡിഫിക്കൾട്ട് വെൻ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ലാർജ്. അതായത് ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഡിഫിക്കൾട്ട് ആയിരിക്കും. പിന്നെ ഇത് ആബ്സല്യൂട്ട് വാല്യൂസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത്രയാണ് നമ്മളെ മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. അതായത് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡേവിയേഷൻ. അടുത്തതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷന് പറയുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇത് റേഞ്ച് ചെയ്യുന്നത് -1 to 1 വരെയാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. കോറിലേഷൻ എന്ന് പറയുന്നത് 3 തരമുണ്ട്: പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ. പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയബിളിന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസും അച്ചീവ്മെന്റും. ഇന്റലിജൻസ് എന്ന് പറയുന്നതും അച്ചീവ്മെന്റ് എന്ന് പറയുന്നതും ഒരേ ഡിറക്ഷനിൽ പോണതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എന്ത് പറയും? പോസിറ്റീവ് കോറിലേഷൻ. രണ്ടാമത്തെ പറയുന്നതാണ് നെഗറ്റീവ് കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ ആൻസൈറ്റിയും അച്ചീവ്മെന്റും, അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോണതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് പറയുന്നത്? നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇനി കോറിലേഷൻ എന്താ പറയാ, ഒരു റിലേഷനും ഇല്ല രണ്ട് വേരിയബിൾസ് തമ്മിൽ എന്നുണ്ടെങ്കിൽ അതിനെ സീറോ കോറിലേഷൻ എന്നാണ് പറയാ. ഇനി മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ആണ്. കോറിലേഷൻ കണ്ടുപിടിക്കാൻ രണ്ട് മെത്തേഡാണ്: പിയേഴ്സൺ കോറിലേഷനും സ്പിയർമാൻ കോറിലേഷൻ എന്ന് പറയും. അതില് പിയേഴ്സൺ കോറിലേഷന്റെ എക്സാമ്പിൾ അല്ല, ഇക്വേഷൻ ആണ് R ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് XY ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് V of X ഇൻറ്റു V of Y. അതിൽ കോവേരിയൻസ് ഓഫ് XY കണ്ടുപിടിക്കാനായിട്ട് 1/n സിഗ്മ XI YI മൈനസ് സിഗ്മ X സിഗ്മ Y ഡിവൈഡ് ബൈ n ആണ് ചെയ്യുക. V of X കാണാൻ 1/n സിഗ്മ X സ്ക്വയർ മൈനസ് സിഗ്മ X ഓൾ സ്ക്വയർ ബൈ n. അതുപോലെ V of Y കാണാൻ 1/n സിഗ്മ Y സ്ക്വയർ മൈനസ് സിഗ്മ Y ഓൾ സ്ക്വയർ ബൈ n ആണ് ചെയ്യുക. അടുത്താണ് സ്പിയർമാൻസ് കോറിലേഷൻ. RS എന്നാണ് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ 1 മൈനസ് 6 സിഗ്മ D സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അതാണ് സ്പിയർമാൻ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇത്രയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ ചെയ്യുന്നത്. അത് 1 to -1 വരെ റേഞ്ച് ചെയ്യുന്നത്. പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ കോറിലേഷൻ ഉണ്ട്. പിയേഴ്സൺ കോറിലേഷനും സ്പിയർമാൻ കോറിലേഷനും രണ്ട് മെത്തേഡുകളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രാഫ് ആൻഡ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഗ്രാഫ് ആൻഡ് ഡയഗ്രാംസ് എന്ന് പറയുന്നത് വില്യം പ്ലേഫെയർ ആണ് ഗ്രാഫ് ഡയഗ്രാംസ് എല്ലാം ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രാഫ് ഡയഗ്രാംസ് എന്ന് പറയുന്ന ഒരു പിക്ടോറിയൽ വേ ആണ് ഫോർ ദ റെപ്രസെന്റേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ക്വാണ്ടിറ്റീസ്, പാരാമീറ്റേഴ്സ്, മെഷേഴ്സ്. അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഗ്രാഫ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് പഠിക്കാനുള്ളത്. അതായത്
പലതരത്തിലുള്ള ഗ്രാഫുകളുണ്ട്. ബാർ ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, പൈ ചാർട്ട്. അതിൽ തന്നെ ഫസ്റ്റ് വരുന്നതാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ഡാറ്റ യൂസിങ് ബാർസ്, അതായത് ബാറുകൾ യൂസ് ചെയ്തിട്ട് അത് ഡിഫറെന്റ് ഹൈറ്റ് ആയിരിക്കും. ബാർസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹോറിസോണ്ടലി വെർട്ടിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഇമേജിൽ നോക്കിയാൽ നമുക്ക് കാണാം എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. നമ്മളതിൽ ബാർസുകൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബാർ എന്ന് പറയുന്നതും ആ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ആ ന്യൂമറിക്കൽ ഡാറ്റനെ എന്താ പറയുക അതാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് 3 തരത്തിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ വരികയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് കാണിച്ചു തരാം. അതായത് ഇതിൽ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഓഫ് നമ്മളൊരു പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ സോപ്പ് ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിൽ അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്ര ഉണ്ട്, അതിന്റെ പ്രൊഡക്ഷൻ എത്ര ഉണ്ട് നോക്കാനായിട്ടാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ സോപ്പ് 1, 2, 3 അതിന്റെ 3 എണ്ണത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ബാർ ഡയഗ്രാം നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്തതാണ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്നാണ് പറയുന്നത്. അതായത് ഒരു ബാർ ഡയഗ്രത്തിന്റെ മേലെ അതിന്റെ മേലെ അടുത്തത്. അപ്പൊ അങ്ങനെ ഈ ആട്രിബ്യൂട്ടുകൾ ഇങ്ങനെ ടോപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്നതാണ് കമ്പോണന്റ് ബാർ ഡയഗ്രാം. അപ്പൊ അതിന്റെ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓട്സ്, ബാർലി, വീറ്റ് ഇതിന്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 1991 വീറ്റ് എന്ന് പറയുന്നത് 2040ന്റെ നടുവിലാണ് വരുന്നത്. ബാർലി എന്ന് പറയുന്നത് 40 to 60 സംതിങ് അതിന്റെ ഇടയിൽ, ആൻഡ് വീറ്റ് എന്ന് പറയുന്നത് അബവ് 60 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പോണന്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്താണ് പെർസെന്റേജ് ബാർ ഡയഗ്രാം. അത് പെർസെന്റേജിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പെർസെന്റേജ് ബാർ ഡയഗ്രാം. ഇത്രയാണ് ബാർ ഡയഗ്രാം പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. കാൾ പിയേഴ്സൺ ആണ് ഹിസ്റ്റോഗ്രാം ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താണ് റെക്ടാങ്കിൾസുകളായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ബാർ ഡയഗ്രാം തന്നെ നമ്മളിങ്ങനെ യോജിച്ചിട്ട് റെക്ടാങ്കിൾസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്ത് ആയിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി പോളിഗൺ നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഓരോ ക്ലാസ് ഇന്റർവെല്ലിലും മിഡ് പോയിന്റ് എന്നാണ് നമ്മൾ അത് ലൈനുകൾ ജോയിൻ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ഗ്രാഫാണ്. സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് ഈ ഒരു ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ് ഇന്റർവെൽ എടുത്തിട്ട് അതിന്റെ മിഡ് പോയിന്റ് നിന്ന് അടുത്ത ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് പോയിന്റിലേക്കാണ് അങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുക. അപ്പൊ അങ്ങനത്തെ റെപ്രസെന്റേഷൻ ആണ് ഫ്രീക്വൻസി പോളിഗൺ. നേരെ തിരിച്ച് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് കർവ് ആണ്. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് സ്മൂത്ത് ആണ്, ഫ്രീ ഹാൻഡ് ആണ്. ഇതും നമ്മൾ മിഡ് പോയിന്റിലാണ്, അതായത് റെക്ടാങ്കിൾസ് നമ്മുടെ ഹിസ്റ്റോഗ്രാം നമ്മൾ വരച്ചിട്ട് അതിന്റെ മിഡ് പോയിന്റ് ഉണ്ട്. അതിന്റെ മിഡ് പോയിന്റിന് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നതാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. അതൊരു സർക്കുലർ ഡയഗ്രാം ആണ്. ഈ സർക്കിൾസ് നമ്മൾ പല സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഓരോ സെക്ടേഴ്സും കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആക്കുന്നത്. അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും നമ്മൾ അവരെ പുറത്ത് എഴുതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പോപ്പുലേഷൻ ഓഫ് കൺട്രീസ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ഇൻ 2021 ബൈ പെർസെന്റേജ് അതാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജർമ്മനി എന്ന് പറയുന്നത് 18.6% റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്, ഫ്രാൻസ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്, ഇറ്റലി യെല്ലോ കളറിൽ, സ്പെയിൻ ഗ്രീൻ കളറിൽ. അങ്ങനെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഓരോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ കാണിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഗുഡ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ കൊടുക്കുന്നതാണ് പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഗ്രാഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബാർ ഡയഗ്രാം പഠിച്ചു, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, പൈ ഡയഗ്രാം. ഇനി നമുക്കുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജ് നമുക്ക് അറിയാം, അതായത് ഇതൊരു ഗുഡ് വിഷ്വൽ ഇമ്പാക്ട് നൽകുന്നുണ്ട്, ടൈം സേവ് ചെയ്യുന്നുണ്ട്, ക്വിക്ക് ടു ഗ്രാസ്പ്, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു
ഡാറ്റ ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്നതും നമുക്കൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് രൂപത്തിൽ വരച്ച് നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കമ്പാരിസനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും, റിവീൽ ഹിഡൻ ഫാക്ട്സ്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോ പ്രിസിഷൻ ആയിരിക്കും, ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് മാത്രം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഫിറ്റ് ഓൺലി ഫോർ കമ്പാരറ്റീവ് സ്റ്റഡി, പിന്നെ പ്രൊവൈഡ് വേഗ് ഐഡിയ, ലിയബിൾ ടു മിസ്യൂസ്. ഇതിനാണ് ഡിസഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ഇതിനാണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസിൽ പറയുന്നത്. സോ അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ മെയിനായിട്ട് പഠിച്ചത് ഒന്ന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ മീഡിയം മോഡ്, മെഷർ ഓഫ് ഡിസ്പേർഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ റേഞ്ച്, പിന്നെ കോറിലേഷൻ, പിന്നെ ഗ്രാഫ്സും ഡയഗ്രാംസും. ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സുകൾ പറയുന്നത്. സോ താങ്ക് യു.